നമസ്കാരമുണ്ടേ. ഇന്ന് വിരാട വിനോദം ദ 60+ യങ്സ്റ്റർ എത്തി നിൽക്കുന്നത് പുന്നമടക്കായലിലെ ബോട്ട് റേസിൻ്റെ ഫിനിഷിംഗ് ലൈനിലാണ്. അവിടെ ഒരു അച്ചായൻസ് പാർക്കിങ്ങിൽ നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്തു. 100 രൂപ കൊടുത്ത് അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് പുന്നമടക്കായലിലേക്ക് നടക്കുകയാണ്. അവിടെ എന്താ മനോഹരമായ വള്ളങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്, ചെറിയ തുഴക്കാർ പോകുന്നതാണ്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് വലിയൊരു റിസോർട്ട് നിൽക്കുന്നത് കാണാം. ഇങ്ങനെ ഇന്ന് ബോട്ട് റേസിൻ്റെ ദിവസം അല്ല കേട്ടോ. ഇതാ ഈ വരുന്നത് ഒരു വള്ളംകളി പ്രേമിയായിട്ടുള്ള കുട്ടനാട്ടുകാരനായിട്ടുള്ള ശോഭ ആർട്സ് കുഞ്ഞുമോനെന്ന് വിളിക്കുന്ന എൻ്റെ ഒരു ചേട്ടനാണ്. പണൻ ക്ഷണിച്ചിട്ടാണ്, അണ്ണൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ബോട്ട് റേസിന് മുമ്പുള്ള ഇവിടുത്തെ ട്രയൽ മത്സരങ്ങൾ കാണുക എന്ന് പറയുന്നത് ഒരു കർട്ടൻ റേസർ പോലെ ഭയങ്കര രസകരമായ കാഴ്ചകളാണ്. അപ്പോൾ അതൊക്കെ കാണുക. പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ആ സമയത്ത് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു ട്രയൽ മത്സരം അല്ലെങ്കിൽ ട്രയൽ നടക്കുകയാണ്. ആ വരുന്ന ബോട്ടിൻ്റെ പേര് തലവടി ചുണ്ടൻ എന്നാണ് കേട്ടോ. ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിന് മുമ്പ് ഇങ്ങനെ റിഹേഴ്സൽ നടത്തും. ആ റിഹേഴ്സലാണ് കാണാനായിട്ടാണ് ഞങ്ങളിന്ന് വന്നത്. ട്രാക്കിൻ്റെ നീളം 1.5 കിലോമീറ്ററാണ്. ഏതാണ്ട് ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ നീളം ഏതാണ്ട് 100 അടിയും ഏകദേശം മാക്സിമം 100 ആൾക്കാരും തുഴയൽക്കാരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദൂരേന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവേശം ഒന്ന് കേൾക്കാം. ശരി. അങ്ങനെ തലവടി ചുണ്ടൻ ഫിനിഷിംഗ് ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ സ്പീഡ് ബോട്ടിൽ പോകുന്ന അവരുടെ കോച്ചും പിന്നെ അതിൻ്റെ ആവേശക്കാരും ഒക്കെയാണ് ആ ബോട്ടിലും ഒക്കെ സൈഡിലൂടെ പോകുന്നത്. ഇത്തവണത്തെ മത്സരത്തിൽ ഏതാണ്ട് 22 വള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത്. 22 വള്ളങ്ങളിൽ എല്ലാ മത്സരങ്ങളും ഈ പറഞ്ഞതുപോലെ ഫൈനൽ മത്സരങ്ങളാണ്. അതിൽ ഏറ്റവും കുറച്ച് സമയത്ത് തുഴയുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിലെത്തുന്നത്. ഇതാ ഈ കിടക്കുന്നത് പുന്നമട ചുണ്ടനാണ്. അതായത് ഈ പുന്നമട കായലിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രാമവാസികളുടെ ചുണ്ടനാണ്. എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ഓരോ ഗ്രാമത്തിൻ്റെ അഭിമാനമാണ് കേട്ടോ. ഒരു പ്രത്യേക താളത്തിൽ ഒരു നാടിൻ്റെ അഭിമാനമായിട്ട്, വെറും വിജയം മാത്രമല്ല അതൊരു നാടിൻ്റെ അഭിമാനം കൂടിയാണ്. ഏതാണ്ട് 100ഓളം തുഴക്കാർ ഈ വലിയ ചുണ്ടൻ വള്ളങ്ങളിലുണ്ടെന്നാണ് ഏകദേശം കണക്ക് കേട്ടോ. ഇത് കാരണം ഇവർ അടുത്ത ട്രയലിന് പോകാനായിട്ടുള്ള പുറപ്പാടിലാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കായലിലെ ഈ താളവും പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ താളവും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നിട്ട് ഉള്ള ഒരു താളമാണ് ഈ വള്ളംകളിയുടെ ആവേശമെന്ന് പറയുന്നത്. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത് അവിടെ ഒരു പ്രത്യേക ഒരു കാഴ്ചക്കാരൻ വന്നു നിൽക്കുന്നത് കണ്ടോ. ആഹാ, പുള്ളി ആസ്വദിക്കുക. പുള്ളിക്കും ആവേശത്തിലാണ്, അവിടെ ചാടിത്തുള്ളി കളിക്കുന്നു. 1952 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ച സമയത്ത് ആലപ്പുഴയിൽ അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ടൊരു മത്സരം ഒരുക്കിയിരുന്നു, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. ആ മത്സരമാണ് പിന്നീട് നെഹ്റു ട്രോഫി വള്ളംകളിയായി മാറിയത്. ഈ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുന്നമട ഇവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ ആവേശം നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ പുന്നമട
ചുണ്ടൻ അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. അവർ തിരിച്ചു വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഈ അണ്ണൻ്റെ അതായത് ശോഭ ആർട്സ് കുഞ്ഞുമോൻ്റെ മകൻ അരുൺ ടി, അദ്ദേഹം ഒരു പട്ടാളക്കാരനാണെങ്കിലും VBC കൈനകരി എന്ന് പറയുന്ന ചുണ്ടൻ വള്ളത്തിലെ ഒരു തുഴച്ചിൽക്കാരനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ട്രയൽ എടുക്കുന്നത് ഇത് പള്ളാത്തുരുത്തി ചുണ്ടനാണ് കേട്ടോ. അണ്ണൻ്റെ മകൻ്റെ ചുണ്ടൻ വള്ളം BBC കൈനകരി അവരുടെ ട്രയലൊക്കെ രാവിലെ കഴിഞ്ഞായിരുന്നു. അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. എൻ്റെ മക്കളിങ്ങനെ കായൽ ആസ്വദിച്ചിരിക്കുകയാണ്. ധാരാളം ലക്ഷറി ബോട്ടുകൾ, ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്നതൊക്കെ കാണാം കേട്ടോ. ഇതുപോലെ ഒരു പയ്യൻ ആസ്വദിച്ച് പോകുന്നു. ഈ മത്സരത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ പ്രധാനമായിട്ടും ചുണ്ടൻ വള്ളങ്ങളാണെങ്കിലും വേറെ പലതരം വള്ളങ്ങളുടെയും മത്സരമുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും വെപ്പ് വള്ളം, ഓടി വള്ളം, അല്ലെങ്കിൽ ഇരുട്ടുകുത്തി എന്ന് പറയുന്ന വള്ളം, പിന്നെ ചുരുളൻ വള്ളം, ഇങ്ങനെ പലതരം വള്ളങ്ങൾ ഇവിടെ മത്സരങ്ങൾ നടത്തുന്നുണ്ടേ. അപ്പോൾ ഇനി ഈ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ കുറേ നേരം നിന്നു. എന്ത് ഭംഗിയാണല്ലേ. അപ്പോഴാണ് ഫിനിഷിംഗ് ലൈനിൽ നിന്നും 2 വള്ളങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ചയാണ് കേട്ടോ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പക്ഷേ ഇത്തവണ മഴയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഓഗസ്റ്റ് 22-നാണ് വള്ളംകളി മത്സരം നടക്കുന്നത്. ഓരോ വള്ളംകളിക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ആറന്മുള വള്ളംകളി ഭക്തിയും ആചാരവും ചേർന്നാണെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരവും ഉത്സാഹത്തിൻ്റെയുമാണ് കേട്ടോ. ഓരോ നാടിൻ്റെയും അഭിമാനമാണ് ഇവിടുത്തെ ഓരോ വള്ളംകളികളും ഓരോ വിജയവും. അങ്ങനെ വള്ളംകളി കാണാൻ സാധിക്കാത്തവർക്ക് ഈ കർട്ടൻ റൈസർ കൊണ്ടും തൃപ്തിപ്പെടാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ അച്ചായൻസ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.